വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ രാത്രി ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്റ്റിയർ ഫ്രൈഡ് റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 3 വെളുത്തുള്ളിയും ഒരു 3 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനോട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഇതേപോലെ കനം കുറച്ച് നീളത്തിലരിഞ്ഞതാണ്, അതങ്ങോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ക്യാരറ്റൊക്കെ ഒരു പകുതി അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ ഇതേപോലെ കനം കുറച്ച് നീളത്തിലരിഞ്ഞ് 1 കപ്പ് ക്യാബേജ് കൊണ്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മളെ ക്യാബേജും ക്യാരറ്റും കൂടെ വേവിച്ച് കൊടുക്കുക. ഈ ക്യാബേജൊക്കെ ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞ് വരണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി ഉണ്ടല്ലോ ഒത്ത നടുക്കുക ജസ്റ്റ് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് 2 കോഴിമുട്ട അങ്ങോട്ട് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഈ മുട്ട ഒന്നാണ് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഒരുവിധം അങ്ങോട്ട് വെന്ത് വന്നാലും നമ്മളുടെ ഈ ഒരു ക്യാബേജും ക്യാരറ്റും മുട്ടയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇതേപോലെ തന്നെ നീളത്തിലായിട്ട് സ്പ്രിംഗ് ഓണിയനോട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂണോളം സോയാ സോസ് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടെ ജസ്റ്റ് അങ്ങോട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ സ്റ്റിയർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. നല്ല ഹെവി ലഞ്ചൊക്കെ കഴിച്ചിട്ടേ ഡിന്നർ കുറച്ച് ലൈറ്റ് ഫുഡ് കഴിക്കണം എന്ന് വിചാരിക്കുന്ന ടീംസൊക്കെ ഇല്ലേ, അവർക്ക് ഇതൊരു പ്ലേറ്റ് കഴിച്ചാലും നല്ല ഉഷാറായിരിക്കുള്ളൂ. ഇനി പിന്നെ ഇതൊക്കെ പോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് കഴിക്കാൻ നമുക്ക് വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടാവുന്നില്ല. രാത്രി കഴിക്കുന്ന കൂട്ടല്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഉണ്ടല്ലോ 2 കഷ്ണം ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിച്ചാൽ മതി. അപ്പോൾ രാവിലത്തെ കാര്യം നല്ല സുഖമായിട്ടൊക്കെ പോയിക്കോളും.